രാഷ്ട്രീയം ഞാൻ പറഞ്ഞു. UDF നിങ്ങളിപ്പോ UDFന്റെ പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറി പ്രചരണം നടത്തുന്നത് സംഘടനാപരമായ പ്രവർത്തനമല്ലേ? പിന്നെ അയാള് BJPയുടെ കൂടെ പ്രവർത്തിക്കണോ? സ്ഥാനാർത്ഥിയുടെ കൂടെ ഞാൻ ചോദിക്കട്ടെ, അത് മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ കണ്ണാടിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ മുകൾ നിലയിലെ ഓഫീസിൽ വെച്ച് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒപ്പം ചേർന്ന് രാഹുൽ ആ യോഗത്തിൽ ഇത്രയും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ വരാൻ പറ്റുമോ? അവിടെ എല്ലാവരും വരും, പാലളക്കുന്നവർ വരും, ഇടപാട് വരും. അത് നിങ്ങൾ തീരുമാനിച്ചങ്ങനെ ഞങ്ങളുടെ അറിവിലില്ല. നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളൊരു തയ്യാറാവുമല്ലോ. ഇപ്പോൾ ജനം ടിവിയോട് ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ ആയിരക്കണക്കിന് വോട്ട് എവിടെ പോയി? രാഹുലിന് കിട്ടിയില്ലേ? BJPക്കാരല്ലേ വോട്ട് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഗാനാകൃഷ്ണ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ? എന്താ BJPക്കാർക്ക് ഇതിൽ എന്താ കാര്യം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത അതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അതിനുശേഷവും രാഹുലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രിവിലേജ് ലഭിക്കുന്നു. എന്ത് പ്രിവിലേജ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിതൊക്കെ വ്യാഖ്യാനിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനമാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ, നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ അതും ചർച്ച ചെയ്യും. പാലക്കാട് ആര് ചർച്ച? നിങ്ങളൊക്കെ അവരായിട്ട് അതറിയാം. ഇപ്പോ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്? തന്ത്രി, അവിടെ ഉണ്ടായിരുന്ന തന്ത്രി, മന്ത്രി, ചുമതല വെച്ച മന്ത്രി, കമ്മീഷണർമാർ, ഇവർ പറയുന്നു ഈ പോറ്റി ഇടനിലക്കാരനായി ഈ സ്വർണം കള്ളക്കടത്ത് നടത്തിയല്ലോ, അദ്ദേഹത്തിലുള്ള അഭിവൃദ്ധമായുള്ള ബന്ധം കൊണ്ടാണ് ഞാനും അദ്ദേഹമായിട്ട് ഇടപഴകിയെന്ന് ഒരു മുൻ MLA, CPMന്റെ MLA പറഞ്ഞു. ജയിലിലാ MLA ഇന്ന് വരെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കും, ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ CPM സ്വീകരിച്ചിട്ടുണ്ടോ? രാഹുലിനെതിരായി പരാതി വന്നു, നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി പരാതി വരുന്നതിന് മുമ്പ്, ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു.